പത്മനാഭസ്വാമിയുടെ ഏറ്റവും രാജകീയമായ ഉത്സവത്തിൻ്റെ തിരുനാൾ. രാജകീയമാണ് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും. രാജകീയമായ ഉത്സവങ്ങൾ നടമാടുന്ന തിരുവനന്തപുരത്തെ പങ്കുനി ഉത്സവത്തിൻ്റെ 2026 പങ്കുനി ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ ആറാട്ട് ദിവസത്തിലെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഉത്സവത്തിന് പല പല പ്രത്യേകതകളുണ്ട്. ഇപ്രാവശ്യം 6 വർഷത്തിലൊരിക്കലുള്ള നമ്മുടെ മുറജപം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഉത്സവമാണ്. സർവോപരി ഭഗവാന്റെ തിരുപ്പണി നടത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ഉത്സവമാണ്. പിന്നെ വിവിധ തരത്തിലുള്ള പഴയ ആ സമ്പ്രദായങ്ങളിലെ എല്ലാ തരത്തിലുള്ള പൂജാവിധാനങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതേ മുറ തെറ്റാതെ അതിൻ്റെ രീതിയിലേക്ക് തിരിച്ച് വരാനായിട്ട് ഒക്കെ ഉള്ള ശ്രമം നടത്തുന്ന ഒരു ഉത്സവമാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഉത്സവ പങ്ക്തിയിലേക്ക്, ആ ഉത്സവത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ ഇതുവരെയും കടന്നുപോയി. ഭഗവാന്റെ തൊട്ട് സൈഡിൽ ആദ്യത്തെ പ്രതിഷ്ഠയായിട്ട് വരുന്നത് തിരുവമ്പാടി കൃഷ്ണനാണ്. ഭഗവാൻ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ പിന്നീടാണ് വരുന്നതെന്ന് പറയപ്പെടുന്നു. വൃഷ്ണി വംശജരുടെ കാലഘട്ടത്തിൽ ദ്വാരകയിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന പാർത്ഥസാരഥി വിഗ്രഹം, ആ വിഗ്രഹം കൃഷ്ണൻ വകക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിക്കുകയും ആ വിഗ്രഹത്തെ തിരുവമ്പാടിയിൽ പ്രതിഷ്ഠിക്കുകയും ആ ഭഗവാന്റെ വിചാരത്തോട് കൂടിയിട്ടാണ് ഈ ഉത്സവം രോഹിണിക്ക് കൊടിയേറ്റുന്ന പ്രാധാന്യത്തിൽ വരുന്നത്. പലരും ചോദിക്കാറുണ്ട്, ശബരിമലയിലെ ഉത്സവവും ഇതും അടുത്തടുത്താണോ വരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അതും ചില സമയത്ത് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ശബരിമലയിലെ കാര്യം പറയുമ്പോൾ അവിടെ മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിന് ആറാട്ട് വരത്തക്ക രീതിയിൽ കൊടിയേറ്റുന്നു എന്നതാണ് അതിലെ കാര്യം. മീനമാസത്തിലെ രോഹിണിക്ക് കൊടിയേറ്റിനാണ് ഇവിടുത്തെ പ്രാധാന്യം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. കാരണം പല വർഷങ്ങളിലും വിഷുവൊക്കെ ഉത്സവത്തിൻ്റെ ഇടയിൽ വരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇനി അൽപ്പശി ഉത്സവം 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഉത്സവമാണ് അൽപ്പശി ഉത്സവം. മഴക്കാലത്തുള്ള ആ ഉത്സവം, തുലാമാസത്തിലെ ഉത്സവം എന്ന് പറയുന്നത് നമുക്ക് അറിയാം. തിരുവോണം ആറാട്ട് വരത്തക്ക രീതിയിലാണ് ഉത്സവത്തിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ആറാട്ട് ഘോഷയാത്ര, ആറാട്ട് പുറപ്പാടിൻ്റെ നവ്യമായിട്ടുള്ള ഭവ്യമായിട്ടുള്ള ദൃശ്യ അനുഭൂതിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും നഗരത്തിൻ്റെ കഥ സ്വാഗതം ചെയ്യുന്നു. പത്മനാഭസ്വാമിയുടെ പരമാധികാരി എന്ന് പറയാം പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് പറയുന്ന സ്ഥാനം. ആ സ്ഥാനം കൈവരിയിരിക്കുന്ന പരമപൂജനീയ പുഷ്പാഞ്ജലി സ്വാമിയാർ നടുവിൽ മഠം അച്യുത ഭാരതി സ്വാമിയാർ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഠത്തിലാണ്, നടുവിൽ മഠത്തിൽ പടിഞ്ഞാറേ മഠത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്വാമിയാർ തിരുമനസ്സിൻ്റെ വാക്കുകളിലേക്ക് ഈ ആറാട്ട് വേളയിൽ ഭഗവാന്റെ തത്പുരുഷൻ പ്രതിപുരുഷനായിരിക്കുന്ന സ്വാമിയാർ തിരുമനസ്സിൻ്റെ വാക്കുകൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. തിരുമനസ്, നമസ്കാരം തിരുമനസ്. അപ്പോൾ ഇന്ന് ആറാട്ടാണ്, സ്വാമിയുടെ ആറാട്ടാണ്, പങ്കുനിയിലെ ആറാട്ടാണ്. അപ്പോൾ അങ്ങേക്ക് ഈ അവസരത്തിൽ ഭക്തരായ എല്ലാവർക്കും എന്താണ് പറയാനുള്ളതെന്നാണ് പറയാനുള്ളത്? ഇന്ന് പത്മനാഭസ്വാമിയുടെ ആറാട്ട് ദിവസം വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതാണ്. വില്യമംഗലത്ത് സ്വാമിയാരെന്ന് പ്രസിദ്ധനായിട്ടുള്ള ആ ദിവാകര ഭാരതികളാണ് ഭഗവാനെ ആദ്യം കണ്ടതും ഈ തരത്തിൽ ഭുജംഗശായിയായിട്ട് അവിടെ പ്രതിഷ്ഠകളൊക്കെ നടത്തുന്നൊക്കെ സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം എല്ലാം നടത്തി അദ്ദേഹം പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരുന്ന് ആ പരമ്പരയിൽ അത് മുടങ്ങാതെ നടക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. അദ്ദേഹം താമസിച്ചേർന്ന ഒരു പുണ്യസ്ഥലമാണ് ഇത്. പടിഞ്ഞാറേ മഠം, വില്ലോമംഗലം സ്വാമിയാർ മഠം, പുഷ്പാഞ്ജലി സ്വാമിയാർ മഠം എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഭഗവാന്റെ ആറാട്ട് വരുമ്പോൾ അദ്ദേഹമാണ് മുമ്പിൽ നിന്ന് സ്വീകരിച്ചത്. പിന്നെ തുടർന്ന് വരുന്ന സ്വാമിമാരും അത് ചെയ്യാറുണ്ട്. 1100 വർഷം കഴിഞ്ഞു ചെയ്യാറുണ്ട്.
ഇപ്പം അതിൻ്റെ ഒരു ഭാഗ്യം നമ്മുടെ അടുക്ക് വന്നിരിക്കുകയാണ്. ഭഗവാനെ പൂജിക്കാനും ഇതിലൊക്കെ പങ്കെടുക്കാനും ഭഗവാനെ സ്വീകരിക്കാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കാനാണ് ഭഗവാന്റെ ഈ യാത്ര. പ്രദക്ഷിണം, ആറാട്ടിനുള്ള യാത്ര, ഇതൊക്കെ എല്ലാവർക്കും കാണാൻ വേണ്ടിയാണ്. മറ്റത് മുമ്പിൽ ചെന്ന് നിന്നാൽ മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അതല്ല, ഭഗവാൻ ഭക്തന്മാരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന കാണിക്കാനായിട്ടുള്ളതാണ്. എല്ലാവർക്കും ദർശനം കൊടുക്കാനാണ് ആ ഭഗവാന്റെ ആ യാത്ര. അതിനാണ് രഥങ്ങളിൽ, അതുപോലെ തന്നെ ആനപ്പുറത്ത് ഒക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു പുണ്യസ്ഥലമാണ്, അവസരമാണ് ഭഗവാനെ കാണാനുള്ള. ഭഗവാൻ എല്ലാവരെയും ദർശിച്ച് എല്ലാ അനുഗ്രഹം തരട്ടെ. എല്ലാവർക്കും അതിൽ പങ്കെടുക്കുന്നവർക്ക് മുഴുവൻ തന്നെ, നാടിന് മുഴുവൻ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം തിരുമനസ്സേ. നമസ്കാരം.
നമ്മൾ ആറാട്ട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും ഇതിന് സംസ്കൃതത്തിൽ അല്ലെങ്കിൽ വൈദികമായിട്ട് പറയുന്ന ആ ചടങ്ങിൻ്റെ പേര് അവഭൃത സ്നാനം എന്നാണ്. അപ്പോൾ ഏതൊരു കർമ്മങ്ങളും, ഒരു യാഗമായാലും ശരി, ഉത്സവമായാലും ശരി, എന്തിനും തീർത്ഥയാത്ര ആയാലും ശരി, അത് കഴിഞ്ഞു വരുമ്പോൾ ഒരു അവഭൃത സ്നാനം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോഴാണ് ആ അവഭൃത സ്നാനം എന്ന് പറഞ്ഞത് പൂർത്തിയാവുക. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ധാരാളം ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ഈ അവഭൃത സ്നാനം എന്ന് പറയുന്ന ചടങ്ങിൽ ഏറ്റവും കൂടുതൽ മനോഹരമായതും ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും ആൾക്കാർക്ക് പങ്കെടുക്കാൻ തോന്നുന്നതും ആയിട്ടുള്ള ഒരു ആറാട്ട് അല്ലെങ്കിൽ അവഭൃത സ്നാനം എന്ന് പറയുന്നത് ശ്രീപത്മനാഭസ്വാമിയുടെ അവഭൃത സ്നാനമാവാനാണ് സാധ്യത. കാരണം ഒരു പ്രാവശ്യം ശ്രീപത്മനാഭസ്വാമിയുടെ അവഭൃത സ്നാനം അല്ലെങ്കിൽ ആറാട്ട്, തിരുവാറാട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ, നമ്മളൊക്കെ വളരെ കൗതുകമായും വിനോദമായും പറയാറുണ്ട്, തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ 6 മാസം കൂടുമ്പോൾ ഉത്സവം നിശ്ചയിച്ചത് നമുക്ക് വലിയ ആശ്വാസമാണ് എന്ന് പറയും. കാരണം ഇനി ഒരു വർഷത്തിന് ശേഷം ആണ് ആറാട്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് 6 മാസമേ കാര്യം അടുത്ത പത്മനാഭസ്വാമിയുടെ ആറാട്ടിനെ കാക്കണ്ടു എന്ന് പറയുന്നത് ഒരു വലിയൊരു ആശ്വാസമാണ്. നമുക്ക് ഒക്കെ തോന്നാറുണ്ട്, പത്മനാഭസ്വാമി ഇങ്ങനെ കടലിലേക്ക് ആറാടാനായിട്ട് വരുമ്പോൾ പത്മനാഭസ്വാമി, നരസിംഹസ്വാമി, ശ്രീകൃഷ്ണസ്വാമി ഈ 3 പേരും ആദ്യം ഒരു പ്രാവശ്യം കടലിലേക്ക് ആറാടിയതിനു ശേഷം ഈ പീഠത്തിൽ പത്മനാഭസ്വാമിയും ശ്രീകൃഷ്ണസ്വാമിയും നരസിംഹസ്വാമിയും ശാസനസ്ഥനാക്കി ഹരിദ്രാചൂർണം അല്ലെങ്കിൽ ചൂർണാഭിഷേകം എന്നാണ് അതിനകത്ത് പറയുന്നത്. ചൂർണം എന്ന് പറഞ്ഞാൽ പൊടി, ഹരിദ്രാചൂർണം. അപ്പം എന്തുകൊണ്ട് ഹരിദ്രാചൂർണം അല്ലെങ്കിൽ എന്തുകൊണ്ട് മഞ്ഞൾ, ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി. അപ്പം എന്തുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി കൊണ്ട് അഭിഷേകം അല്ലെങ്കിൽ ആറാടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭ്രം എന്നാണ് മഞ്ഞപ്പൊടിയുടെ ഒരു ക്വാളിറ്റി തന്നെ. അതിന് ഒരുപാട് ആൻറ്റിസെപ്റ്റിക് ക്വാളിറ്റീസ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ ക്വാളിറ്റീസ് ഉണ്ട്. അതൊക്കെ സയൻറ്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ പോലും നമ്മുടെ ധർമ്മത്തിൽ ഏതൊരു വിഷയത്തിനെയും മംഗളമാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ വസ്ത്രം മേടിച്ചാൽ തന്നെ അവിടെ വീട്ടിലൊക്കെ പഴമക്കാർ പറയാറുണ്ട്, ഒരു പാൻറ് അല്ലെങ്കിൽ ഒരു ഷർട്ട് എടുത്താൽ പോലും തന്നെ അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു പൊടി മഞ്ഞൾ തടവിയിട്ടാണ് അത് ഇടേണ്ടതെന്ന് പറയാറുണ്ട്. അതിപ്പോൾ ഏത് നിറമായാലും അപ്പോഴാണ് അതിനൊരു ശുഭ്രമായിരിക്കുക, മംഗളമായിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെയധികം ശുഭ്ര സ്വഭാവവും മംഗള സ്വഭാവമുള്ളതാണ് മഞ്ഞൾ എന്ന് പറയുന്നത്, ഹരിദ്ര എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ ശ്രീപത്മനാഭസ്വാമിക്ക് ആറാടുന്നത്. പിന്നെ വീണ്ടും അത് തിരിച്ചു പോകുന്നു. 3 പ്രാവശ്യം അങ്ങനെ ദേവൻ ആറാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ഈ കടൽ, ഈ സമുദ്രം എന്ന് പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ആറാടാൻ അല്ലെങ്കിൽ കുളിപ്പിക്കാൻ അല്ലെങ്കിൽ ശ്രീപത്മനാഭസ്വാമിയുടെ പാദസ്പർശം ഏൽക്കാനായിട്ട് കാത്തിരിക്കുകയാണെന്ന് തോന്നാറുണ്ട്. ഒരു പക്ഷേ ആ കടലിന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് സംസാരിച്ചേനെ. ഞാൻ ശ്രീപത്മനാഭസ്വാമിയുടെ തൃപ്പാദങ്ങളെയൊക്കെ തഴുകാനായി, അഭിഷേകം ചെയ്യാനായി കാത്തിരിക്കുകയായിരുന്നു നമുക്ക് തോന്നാറുണ്ട്. ഈ 3 പ്രാവശ്യം ശ്രീപത്മനാഭസ്വാമി ആറാടി, സമുദ്രത്തിൽ ആറാടി താഴത്ത് വരുമ്പോൾ ഒരു പക്ഷേ ശ്രീപത്മനാഭസ്വാമിയുടെ അടുത്ത ഒരു ആറാട്ടിനായി സമുദ്രം കാത്തിരിക്കുന്നുണ്ടാവും. പറയാറുണ്ട്, ഇനിയിപ്പം 6 മാസം കഴിഞ്ഞ് വേണം ഇനി ശ്രീപത്മനാഭസ്വാമി എനിക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ എനിക്ക് ശ്രീപത്മനാഭസ്വാമിക്ക് അഭിഷേകം ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാവുക എന്ന് തോന്നുന്നത്. 6 മാസം കാത്തിരിക്കണം. നമുക്ക് കാവ്യാത്മകമായിട്ട് നമുക്ക് പറയാമെങ്കിലും അത് ആറാടുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ കടൽ അങ്ങനെ ഒരു ഇമോഷൻ പറയുന്നത് അനുഭവിക്കാൻ പറ്റും. ഒരുക്കങ്ങൾ നല്ല രീതിയിൽ ഒരുക്കങ്ങളാണ്. ആറാട്ട് എന്ന് പറയുമ്പം ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭക്തിനിർഭരമായിട്ടുള്ളൊരു ആഘോഷം. ശ്രീപത്മനാഭസ്വാമി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ദൈവമാണ്, ലോകനാഥനാണ്, ദേശനാഥനാണ്. ചരിത്രം നോക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു ആറാട്ട് നടക്കാൻ സാധ്യതയില്ല. ഒരു ലോകത്തിൻ്റെ ഒരു സ്ഥലത്ത്. നമ്മുടെ എയർപോർട്ട് വർഷത്തിൽ 2 പ്രാവശ്യം 4 മണിക്കൂർ അടച്ചിടുന്ന ഒരു പ്രതിഭാസമാണ്. അത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് മാത്രമേ അതിന് കഴിയുള്ളൂ. ഇനി അത് ആവർത്തിക്കാൻ ആർക്കും ഒരു ക്ഷേത്രത്തിനും അത് ശ്രീപത്മനാഭസ്വാമി തന്നെ ലോകനാഥൻ എന്ന് പറയുന്നത് ഒന്നാണ്. ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ മഹാപുണ്യമാണ്. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നത് തന്നെ മഹാപുണ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ആറാട്ടിനേക്കാളും ഇത്തവണ എന്തെങ്കിലും പ്രത്യേക ഒരുക്കങ്ങൾ എന്തെങ്കിലും സജ്ജീകരിച്ചിട്ടുണ്ടോ? എല്ലാ വർഷവും നല്ല ഒരുക്കങ്ങൾ. കുറച്ചുകൂടെ ഇത്തവണ കുറച്ചുകൂടെ ഒബീഡിയന്റ് ആയി ഓരോ വർഷവും മാറി വരുന്നുണ്ട്, ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, ആറാട്ട് പഴയ കാലത്ത് ആ നടന്ന രീതിയിൽ നടക്കണമെന്നുള്ളതാണ്.
അപ്പോൾ അത് ഉടനടി നടന്നില്ലെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 ആഘാതത്തോടെ കഴിയുമ്പോൾ ആ തരത്തിലേക്ക് മാറും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പാലാഴിവാസനായിരിക്കുന്ന ഭഗവാൻ ആദിപത്മനാഭസ്വാമിയുടെ പള്ളിവേട്ട കഴിഞ്ഞ് പള്ളിക്കുറുപ്പ് കൊണ്ട് ആ സമസ്ത കാര്യവും നിർവഹിക്കാനായിട്ട് സമുദ്രനാഥനായിരിക്കുന്ന വരുണൻ്റെ വിരിമാറിലേക്ക് ഇറങ്ങി നിന്ന് പത്മനാഭസ്വാമി പള്ളിയാറാടാൻ വരുന്ന മുഹൂർത്തത്തിലേക്ക്, ദിവ്യമായ മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആണ്ടത്തെ പങ്കുനിത്സവത്തിൻ്റെ മഹനീയമായ പര്യവസാനം കുറിച്ചുകൊണ്ട് പത്മനാഭസ്വാമിയുടെ സമുദ്രത്തിലെ ആറാട്ട്, ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സമുദ്രത്തിലെ ആറാട്ട്, ലോകത്തൊരിടത്തും ഒരു എയർപോർട്ട് അടച്ചിടുന്ന ഒരു ദേവന് വേണ്ടിയിട്ട് എയർപോർട്ടുകൾ അടച്ച് വിമാനങ്ങൾ നിർത്തിവെച്ച് ഒരു നാടിൻ്റെ പൈതൃകത്തെ, രാജകീയമായ പഴയ ഓർമ്മകളെ അയവർക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു പദ്ധതി നൂറ്റാണ്ടുകളായി തിരുവിതാംകൂർ എന്ന പഴയ ദേശത്തിൻ്റെ ഇന്നും മറക്കാത്ത സ്മരണകളുമായി ഈ ആറാട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ 2026 വർഷത്തിൽ പങ്കുനി ആറോട്ട് ഇത് പൂർത്തിയാക്കുകയാണ്.